പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് സ്നേഹം നിറഞ്ഞവരെ, കൃപാസന പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. നമുക്ക് എല്ലാവർക്കും ഉച്ചത്തിൽ സ്തുതിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. വിശ്വസിക്കുന്നു ആരാധിക്കുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തിയിരിക്കുന്നു. യേശുവേ സ്തുതി, ആരാധന, ഹല്ലേലൂയ, 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 ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന, ഹല്ലേലൂയ, ആരാധന, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾ ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. നമുക്കൊന്ന് ചേർന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധനാവേ, ദൈവമേ, കൂടുതൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുവാനായിട്ട് ഞങ്ങളെ ഈ നിമിഷം ഒരുക്കണമേ. ഹല്ലേലൂയ, ആരാധന, ഹല്ലേലൂയ, ആരാധന, ഹല്ലേലൂയ, ആരാധന, ഹല്ലേലൂയ. അമ്മേ, പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവ്, സകല കൃപാസന പ്രാർത്ഥനകളോടും ചേർന്ന് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗങ്ങളും മൗനമായി നിന്നുകൊണ്ട് നമുക്ക് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ ദൈവതിരുകുമാരന്റെ പ്രത്യേക മധ്യസ്ഥം പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകളും നിയോഗങ്ങളും സമർപ്പിക്കാം.
അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. നമുക്കൊന്ന് ചേർന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ആരാധന കർത്താവേ, സ്തുതിക്കുന്നു. അങ്ങയുടെ നാമത്തിന് സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ. ആരാധന ആരാധന ആരാധന. സ്തുതിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. ശക്തിയോടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി 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 കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന കർത്താവേ, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഉടമ്പടിയിൽ 4-5 ഫീച്ചേഴ്സാണുള്ളത്. നമ്മൾ ഉടമ്പടിയിലാണോ അല്ലയോ അത് ഇൻഡിക്കേറ്റർ എന്താ? അല്ലെങ്കിൽ നമ്മുടെ ഉടമ്പടി ദൈവം അംഗീകരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നെങ്ങനെ അറിയാൻ പറ്റും? അതിന് കുറഞ്ഞത് ഒരു 4 ഫീച്ചേഴ്സ് ഉണ്ടാകും. ഒന്ന്, നിങ്ങൾക്കൊരു സങ്കടം വരികയാണെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ലെവലുണ്ടാകും. ഉടനെ ഒരു കമ്മ്യൂണിക്കേഷൻ വരും. സാന്ത്വനത്തിൻ്റെ ദൈവജനത്തിൻ്റെ പ്രത്യേകതയാണ് സാന്ത്വനം. അപ്പോൾ സാന്ത്വനത്തിൻ്റെ ഒരു കമ്മ്യൂണിക്കേഷൻ. അതുകൊണ്ടാണ് നിങ്ങളോട് എപ്പോഴും അരമണിക്കൂർ ബൈബിൾ വായിക്കണമെന്ന് പറയത്തില്ലേ? ഈ സാന്ത്വനം കിട്ടുമ്പോൾ നമുക്കറിയാമല്ലോ, വേർഡ് ഓഫ് ഗോഡിലൂടെ മാത്രമേ ദൈവം കമ്മ്യൂണിക്കേറ്റ് ചെയ്യത്തുള്ളൂ സാധാരണ. അത് നിങ്ങൾക്ക് ആ ദൈവത്തിൻ്റെ സാന്ത്വനം കിട്ടാൻ വേണ്ടിയാണ് നിങ്ങൾ വചനം അരമണിക്കൂർ വെച്ച് എല്ലാ ദിവസവും വായിക്കാൻ പറയണത്. ഇൻ കേസ് എന്തെങ്കിലും കാഷ്വാലിറ്റി ഉണ്ടായി നിങ്ങൾ പെട്ടുപോയാൽ ദൈവത്തിൻ്റെ മനസ്സ് നിങ്ങളോട് പറയണത് വചനത്തിൻ്റെ മീഡിയ ഉപയോഗിച്ചിട്ടായിരിക്കും. അതുകൊണ്ടാണ് നിങ്ങളോട് പറയണത് നിങ്ങൾ അരമണിക്കൂർ വചനം വായിക്കണം. ഇഷ്ടമുള്ള സ്ഥലത്ത് നിന്ന് വായിക്കാം, അല്ല ആദ്യം മുതൽ അവസാനം വരെ വായിക്കണമെന്ന് നിർബന്ധമില്ല. തുറക്കുമ്പോൾ സങ്കീർത്തനമോ സുവിശേഷമോ എന്താണ് നിങ്ങൾക്ക് ദൈവം തരണത് അത് വായിക്കണം. വായിക്കുമ്പോൾ മനസ്സിലാകാതിരിക്കുന്ന ഒരു പ്രശ്നവും ഇല്ല. അത് ഈ കത്തോലിക്കർ മാത്രമേ പറയത്തുള്ളൂ മനസ്സിലാകണില്ലെന്ന്. ബാക്കി എല്ലാവരും പറയും പെട്ടെന്ന് മനസ്സിലാകുന്നുണ്ടെന്ന് പറയും. അത് നിങ്ങൾ അന്വേഷിച്ചാൽ മതി എന്താ കാര്യമെന്ന്. ഇത് വായിക്കാൻ ഭയങ്കര പാടാണ്, മനസ്സിലാകുന്നില്ലെന്ന് കൂടുതൽ എന്നോട് പറഞ്ഞിരിക്കുന്നത് എല്ലാം കത്തോലിക്കരാണ്. പെട്ടെന്ന് മനസ്സിലാകുമെന്ന് പറയുന്നത് ഹൈന്ദവ സഹോദരങ്ങളാണ്. എന്താ കാര്യത്തിനാൽ ഇതിൻ്റെ മനസ്സിലാകേണ്ട ഒരു അഭിഷേക തലമുണ്ട്. അതിന് ഒരു അഭിഷേക തലമുണ്ട്. ദൈവം നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമാണ്. അതിനുപയോഗിക്കുന്ന ലളിതമായ വാക്കുകളാണ് ബൈബിളിലുള്ളത്. ഞാൻ ഈ ദിവസം അനു വിജയൻ്റെ ഒരു സാക്ഷ്യം കേൾക്കിയിരുന്നു. അപ്പോൾ അനു വിജയനെ സംബന്ധിച്ചിടത്തോളം അവൾ പണയം വെച്ച് വീട്ടിലുണ്ടായിരുന്ന സ്വർണ്ണമാല പണയം വെച്ച് ഉടമ്പടി എടുത്ത ആളാണ്. അപ്പോൾ അതിനകത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് അപ്പം തന്നെ അതിൻ്റെ അകത്ത് ചോദ്യം ചെയ്യപ്പെടാത്ത ഇൻവെസ്റ്റ്മെൻറ്റായി. ഇതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ലെവൽ സത്യസന്ധമായാൽ പെട്ടെന്ന് അടയാളങ്ങൾ സ്പീഡപ്പ് ആകും. ദൈവത്തിന് ഒരു സംശയം തോന്നരുത്. ഓരോരുത്തരൊക്കെ ഉടമ്പടി എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ കുറവൊന്നും വേണ്ട, എന്താ നമുക്ക് ആലപ്പുഴ പോയേക്കാം എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ഉടമ്പടി എടുക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ദൈവത്തിന് അറിയാം അതൊരു ഫേക്ക് കേസാണ്. അവർക്ക് ഇതുകൊണ്ട് വലിയ അത്യാവശ്യമൊന്നുമില്ല. അവർക്ക് അത്ര ഉണ്ട് വലിയ ഇതിനകത്ത് ആശ്രയിക്കണമെന്നുമില്ല. ഇപ്പോൾ എല്ലാവരൊക്കെ എടുക്കുന്നുണ്ടല്ലോ, കൂട്ടുകാരും നാട്ടുകാരൊക്കെ എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ ഒരു കുറവ് നമുക്കുണ്ടാവേണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് ഒരു സാധാരണ ലെവലിലെടുക്കും. അപ്പോഴും ദൈവത്തെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതേ, എപ്പോഴും ഉടമ്പടി ശ്രദ്ധിക്കേണ്ടത് ഇത് എപ്പോഴും അച്ഛൻ പറഞ്ഞ ഒരേ വാക്കാണ്, ഇതൊരു ബൈലാറ്ററൽ എഗ്രിമെൻ്റാണ്. അത് ഉഭയകക്ഷി ആയിട്ടുള്ളൊരു ധാരണാപത്രമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കക്ഷിയാണ് അവിടെ. പ്രാർത്ഥനയും നമ്മളൊരു കക്ഷിയല്ല. ആർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. അതിനകത്ത് കമ്മിറ്റ്മെൻറ്റ്സ് ഒന്നുമില്ല, നിബന്ധനകളൊന്നുമില്ല. ഉടമ്പടി വരുമ്പോൾ നമ്മളൊരു ഈക്വൽ പാർട്ട്ണറായിട്ട് വരും, ഒരു തുല്യ പങ്കാളിയായിട്ടാണ് വരുന്നത്. ഈ തുല്യ പങ്കാളി വരുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നം, ഉടമ്പടി വാഗ്ദാനങ്ങളുടെ അവകാശികളായിട്ട് വരും. അത് 1-2 വാഗ്ദാനമല്ല. ദൈവം ലോകം സൃഷ്ടിച്ച കാലം മുതൽ മനുഷ്യരാശിയുടെ വ്യത്യസ്തങ്ങളായ കാലാവസ്ഥയ്ക്ക് ഉണ്ടായിട്ടുള്ള പ്രതിസന്ധികൾ അതിജീവിക്കുന്നതിന് വേണ്ടി അതാത് കാലത്ത് കൊടുത്തിരിക്കുന്ന അപ്ഡേഷനോട് കൂടിയിട്ടുള്ള വാഗ്ദാനങ്ങൾക്ക് മുഴുവൻ നമ്മൾ അവകാശികളായിട്ട് വരികയാണ്. അപ്പോൾ ഉടമ്പടി എടുക്കുമ്പോൾ നമുക്ക് സാധാരണ പ്രാർത്ഥിക്കുന്ന പോലെ പ്രാർത്ഥിക്കുമ്പോൾ ഇതിനെക്കുറിച്ച് വി ആർ നോട്ട് ബോദർ അബൌട്ട് ഇറ്റ്.
അറിയത്തില്ല നമുക്ക്. ഇതിൻ്റെ അകത്ത് എന്ത് പ്രാർത്ഥിക്കുമ്പോൾ ഒരു വിഷയം വന്ന് നമ്മൾ പ്രാർത്ഥിച്ചു, അത്രേ ഉള്ളൂ. അത് കിട്ടിയാൽ കിട്ടും, അല്ലെങ്കിൽ പോകാം. പക്ഷേ ഉടമ്പടി അത് പോകത്തില്ല, പോകേണ്ട കാര്യമില്ല. കാര്യം അത് ബൈലാറ്ററൽ എഗ്രിമെൻറ്റാണ്. പിന്നെ നമുക്ക് വരുന്ന ഒരു സീരിയസ്നെസ് എന്ന് പറയണത്, നമ്മൾ ഉടമ്പടിയിൽ നമ്മൾ ആ നിബന്ധനകളെ കൃത്യമായിട്ട് പാലിച്ചെന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. അപ്പോൾ ഉറപ്പ് വരുമ്പോൾ നമ്മുടെ ക്ലെയിം കൂടിക്കൊണ്ടിരിക്കും. നമ്മൾ അങ്ങനെ ക്ലെയിം. അതുകൊണ്ടാണ് ഞാൻ ഈ അച്ഛൻ പറഞ്ഞത് കണ്ണ് കാണാൻ പാലാത്തവരൊക്കെ ഒന്ന് ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം. അവരാദ്യം കണ്ണ് കാണാൻ വേണ്ടി പ്രാർത്ഥിക്കും. ബൈബിൾ ഇപ്പോൾ എൻ്റെ അടുത്ത് വരും, ബൈബിൾ വായിച്ചാ ഇല്ല കണ്ണ് കാണാൻ പാടില്ല. ഞാൻ പറഞ്ഞ് വീട്ടിലിരിക്കാൻ പറ്റും, വല്ല കാര്യമുണ്ട് കെട്ടിയെടുത്തുകൊണ്ട് വരാൻ. അല്ല കണ്ണ് കാണാൻ പാടില്ലാത്തവരും ഉടമ്പടി എടുക്കരുത്. എടുക്കുകയാണെങ്കിൽ മര്യാദക്ക് വീട്ടിൽ കണ്ണ് കാണാവുന്ന ആൾക്കാരെ കൊണ്ട് വചനം വായിച്ച് കേൾക്കണം, അല്ലാതെ അഭ്യാസം കാണിക്കരുത്. കണ്ണ് കാണാവുന്ന പേരക്കിടാക്കളില്ലേ, അവരെ കൊണ്ട് ബൈബിൾ വായിച്ച് അരമണിക്കൂർ കേൾക്കാമെങ്കിൽ മാത്രമേ ഈ പരിപാടിക്ക് ഇറങ്ങാവൂ. കാര്യം വെച്ചാൽ ഇതിൻ്റെ കമ്മ്യൂണിക്കേഷൻ ലെവൽ വരുമ്പോൾ ഉടമ്പടി ദൈവം ഏത് സമയത്ത് നമ്മളോട് സംസാരിക്കും. ആ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ അടയാളങ്ങൾ കാണും, ചിലപ്പോൾ സ്വപ്നങ്ങൾ കാണും. ഇതൊന്നും ഒരു പുത്തരിയല്ല, ഒരു പഞ്ഞമുള്ള കാര്യമല്ല. ഉടമ്പടി കമ്മ്യൂണിക്കേഷൻ്റെ പദ്ധതിയാണ്. ദൈവം എങ്ങനെ കാണിക്കും? ദൈവത്തിൻ്റെ മനസ്സിലിരിപ്പ്, കർത്താവിൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ നമ്മളെ ധരിപ്പിക്കുന്നതിനാണ് ദൈവം സ്വപ്നം ഉപയോഗിക്കും, ദർശനം ഉപയോഗിക്കും, അടയാളം ഉപയോഗിക്കും. പിന്നെ ഞാൻ കൂടെ ഉണ്ട്, നീ ഇപ്പം സങ്കടമാണെങ്കിലും അത് മാറിക്കൊള്ളും, നീ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ സ്വർഗീയ സുഗന്ധമായിട്ട് അനുഭവിക്കാൻ പറ്റും. ഇത് ഒരു ദിവസം ഒരു 5-10 സാക്ഷ്യം എടുത്ത് 5-ൻ്റെത്തും കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഇതിനൊന്നും ഒരു സീനിയോറിറ്റി ഒന്നും അല്ല പ്രശ്നം, ഫിഡലിറ്റിയാണ് പ്രശ്നം. ഇപ്പം ഞാൻ 85 കൊല്ലമായി കത്തോലിക്കനാണ്, അല്ലെങ്കിൽ ഞാൻ 65 കൊല്ലമായി കത്തോലിക്കനാണ്, ആ ശുശ്രൂഷയിൽ ചെയ്ത് നിലനിന്ന് പോവുകയാണ്. അതൊന്നും സീനിയോറിറ്റി അല്ല ഇന്നത്തെ വിഷയം. ചിലപ്പോൾ ആദ്യമായിട്ടാണ് നീ ജന്മത്തിൽ ഉടമ്പടി എടുക്കുന്നത്. നീ വിശ്വസ്തതയാണ് പ്രശ്നം, ഫിഡലിറ്റിയാണ് എൻ്റെ പ്രശ്നം. അപ്പോൾ നീ വിശ്വസ്തയാണെങ്കിൽ ഉടമ്പടി ഓട്ടോമാറ്റിക്കായിട്ട് ഫയറാകും. അപ്പോൾ ഒന്ന് പ്രാർത്ഥിച്ചേ, കർത്താവ് ദൈവമേ, അങ്ങയോട് ചെയ്ത ഉടമ്പടിയിൽ വിശ്വസ്തരായിരിക്കാൻ എന്നെ പ്രത്യേകം അഭിഷേകം ചെയ്യണമേ. അവിശ്വസ്തതയുടെ ഒരു ലാഞ്ചന പോലും നമ്മുടെ ഉടമ്പടി ബന്ധത്തിൽ ഉണ്ടാവാതിരിക്കാൻ എന്നെ പ്രത്യേകം സംരക്ഷിക്കണമേ. അങ്ങയുടെ നാമത്തെ ഓർത്ത് സംരക്ഷിക്കണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഉടമ്പടി നിബന്ധനകള് വിശ്വസ്താപൂർവ്വം പാലിക്കുവാനുള്ള ഈ അഭിഷേകം ഈ ആരാധനയിലൂടെ വ്യക്തിപരമായി ഞങ്ങൾക്ക് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് അപ്പോൾ ഈ അനുവിജയൻ ഈ ടൈം ഷോർട്ടണിങ്ങിൻ്റെ ഒരു നല്ല സാക്ഷ്യമാണ്. ഓരോ ആൾക്കാർക്ക് ഉടമ്പടി എടുക്കുമ്പോൾ അവർ സിൻസിയർ, ഞാൻ നേരത്തെ പറഞ്ഞത് എന്താണ്, ആദ്യം പറഞ്ഞത് എന്താണ്, ഫിഡലിറ്റി. പിന്നെ വരുന്നത് സിൻസിയറിറ്റിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മാർത്ഥതയും വിശ്വസ്തതയുമാണ് ഇത് ഫയറാക്കണത്. അല്ലാതെ നിങ്ങൾക്ക് ആർക്കും നിലവിളിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇപ്പോൾ ചില ആൾക്കാർക്ക് വിചാരിക്കും നിലവിളിച്ച് ദൈവത്തെ പഠിപ്പിക്കാവുന്ന ഒരു കണിയും നടക്കത്തില്ല. നിങ്ങളുടെ നിലവിളി കുറേ ദൈവം കണ്ടിട്ടുള്ളതാണ്. കാര്യം കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ ദിവസം കാണിക്കണം ദൈവം കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഈ കണ്ണീര് കള്ളക്കണ്ണീരാണെന്നുള്ളത് കാര്യം. ഒരിക്കൽ കണ്ണീരിട്ട് കാര്യം സാധിച്ചതിന് ശേഷം പിന്നീട് നിങ്ങൾ ദൈവത്തിനെതിരെ ജീവിക്കും. പിന്നെ കണ്ണീര് വരുമ്പോൾ ദൈവം പറയും ഇത് കള്ളക്കണ്ണീരാണ്, ഇപ്പോൾ കാര്യം കാണാൻ വേണ്ടിയുള്ള തൽക്കാലത്തേക്കുള്ള അഭ്യാസമാണെന്ന് പറയും. പറഞ്ഞ മനസ്സിലായില്ലേ? എന്നുവെച്ചാൽ ഒരിക്കൽ നിങ്ങൾ കണ്ണീരിട്ട് ദൈവത്തിലേക്ക് കാര്യം സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് വിചാരിക്കും കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ആന കൂനിയെന്നൊക്കെ പറയും, ബൈബിളൊക്കെ ഉണ്ട് കരഞ്ഞ് പ്രാർത്ഥിക്കണേക്കെ.
പക്ഷെ നിങ്ങൾ കരഞ്ഞ് പ്രാർത്ഥിച്ച് ആ കാര്യം കണ്ടതിന് ശേഷം പിന്നെ നിങ്ങൾ ദൈവത്തെ മറക്കും, മറന്ന പോലെ ജീവിക്കും, അല്ലെങ്കിൽ മറന്ന പോലെ പെരുമാറും, മനുഷ്യത്വം പോലും ഇല്ലാത്ത മര്യാദയില്ലാതെ പെരുമാറും, പ്രാർത്ഥന ഇല്ലാതെ ജീവിക്കും. പിന്നെ ഒരു വിഷയം വരുമ്പോൾ നിങ്ങൾ കണ്ണീരിടും. അപ്പോൾ ദൈവം പറയുന്നത് കള്ളക്കണ്ണീരാണെന്ന് പറയും. അത് കള്ളക്കണ്ണീർ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. നമ്മൾ ലോകത്ത് കള്ളക്കണ്ണീരെന്ന് പറയണത് അഭിനയിപ്പിച്ച് ഗ്ലിസറിനടിച്ച് കരയണനാണ് കള്ളക്കണ്ണീരെന്ന് പറയുന്നത്. കണ്ണീര് വരുന്നില്ല എങ്കിലും ഏങ്ങി ചില ആൾക്കാരുണ്ടല്ലോ, ചില അപ്പന്മാരൊക്കെ മരിക്കുമ്പോൾ ഞാനൊരു 1600 പണമെടുത്ത് മരിപ്പെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചില പെമ്മക്കളെ കെട്ടിച്ച് വിട്ടവളെ ആ ഒരു പോക്കും പോയി കളയും. പിന്നെ അപ്പനെയും നോക്കത്തില്ല അമ്മനെയും നോക്കത്തില്ല. എന്നിട്ട് അവളൊക്കെ വല്ലപ്പോഴുമൊക്കെ അപ്പനൊക്കെ കിടപ്പായി കഴിയുമ്പോൾ ഒന്ന് ഇടയ്ക്കൊക്കെ വരും. വന്നിട്ട് എന്ത് ചെയ്യും? ചുറ്റും നടന്നുള്ള ബന്ധുക്കളെ മുഴുവൻ കാണും. ആദ്യം ആ ചെറിയ ബാഗും പിടിച്ചുകൊണ്ട് വാനിറ്റി ബാഗ് പിടിച്ചു. ഇതിലെല്ലാം അയ്യോ അമ്മയുടെ കാര്യം കഷ്ടമാണ്, എന്ത് ചെയ്യാനാണ്, ഞാൻ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചാൽ ഇവിടെ കൊണ്ടുപോകത്തില്ലേ. ഇങ്ങനെ കുറേ കിളവൻ മർദ്ദനൊക്കെ പറയും. ഇവിടെ കൊണ്ടുപോകത്തില്ല, ചാത്ത കൊണ്ടുപോകത്തില്ല, ഇവൾ കയറിയിട്ടില്ല. ഇപ്പം ചാകുമെന്ന് ഉറപ്പായപ്പോൾ ബന്ധുക്കളെല്ലാം ക്യാൻവാസ് ചെയ്യണം. അവൾ എന്താണ്, ഞാൻ വരുമ്പോൾ ഇനി അപ്പൻ്റെ അടുത്ത് പോയില്ലെങ്കിലും ബന്ധുക്കളടുത്ത് കൃത്യമായിട്ട് പോകും. അല്ലെങ്കിൽ വിളിച്ച് ബന്ധുക്കളോടൊക്കെ പറയും, ഓരോ കാര്യങ്ങൾ പറയും. അപ്പോഴങ്ങനെ വരുമ്പോൾ ബന്ധുക്കൾ ഓർക്കും ഇവരാണ് ഈ അപ്പനെ നോക്കണമെന്ന്, ഇവളാണ് ഈ അപ്പനെ നോക്കണമെന്ന് നോക്കും. എന്നിട്ട് മരിച്ചു കഴിയുമ്പോൾ ഒരു ഭയങ്കര കരച്ചിലുണ്ട്. കറുത്ത ഉടുപ്പൊക്കെ മേടിച്ച് വെച്ചിരിക്കണം അപ്പം മരിക്കാൻ വേണ്ടി, ആ സമയത്ത് ഇടാൻ വേണ്ടി. എന്നിട്ടൊരു വല്ലാത്ത കരച്ചിലുണ്ട്. അപ്പോൾ എനിക്കറിയാം, ഞാൻ ഇടവക വികാരി കാരണം ഇനി അപ്പനെ നോക്കി ആരാണ് അമ്മ നോക്കി ആരാണെന്ന് അറിയാം. അപ്പോഴേ അവിടുത്തെ ആ മരുമകളായിരിക്കും അപ്പനെ നോക്കിയിരിക്കണം അവസാന കാലങ്ങളിൽ. അവളല്ല ഞാനാണ് നോക്കിയതെന്ന് പിണമെടുക്കാമെന്ന് ആൾക്കാർ ധരിപ്പിക്കാൻ വേണ്ടിയാണ് ഇവൾ കിടന്ന് മോങ്ങണം ഇപ്പോൾ ഈ അഭ്യാസം കാണിക്കണത്. അമ്മയാണ് മരിച്ചു കിടക്കണമെന്നുണ്ടെങ്കിൽ ആ കമന്നടിച്ച് അമ്മയുടെ പിണത്തിനടുത്ത് വീണച്ച് കമ്മലടിച്ചിട്ട് പോകും. എന്തെല്ലാം അഭ്യാസങ്ങളാണ്. എല്ലാ പെമ്മക്കളും ഇങ്ങനെ പറയുകയല്ല. ഇതിനാണ് കള്ളക്കണ്ണീരെന്ന് പറയണത്. പക്ഷേ ബൈബിളിൽ കള്ളക്കണ്ണീരെന്ന് പറഞ്ഞാൽ അതല്ല. ബൈബിളിൽ കള്ളക്കണ്ണീരെന്ന് പറയണത് എന്താണ്? അതായത് നമ്മളൊരിക്കൽ കരഞ്ഞ് ദൈവത്തിലേക്ക് നിന്ന് കാല് പിടിച്ച് കാര്യം കണ്ട്, എന്നിട്ട് നമ്മൾ തോന്നിയ മാസം ജീവിച്ച് ദൈവം ഇല്ലാത്ത പോലെ ജീവിച്ച്, പിന്നെ ഒരു ദിവസം ഒരു വിഷയം വരുമ്പോൾ പിന്നെ നമ്മൾ പഴയ ആ നമ്പർ എടുക്കും. അതിനാണ് കള്ളക്കണ്ണീരെന്ന് പറയുന്നത്. കാര്യം അപ്പോൾ ദൈവം പറയും, ദൈവം എപ്പോഴും ഇവിടെ നിങ്ങളെ എനിക്കറിയാമെന്ന് പറയും. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. യോഹന്നാൻ 5:42 എനിക്ക് നിങ്ങളെ അറിയാം, നിങ്ങളിൽ ദൈവസ്നേഹമില്ല. എനിക്ക് നിങ്ങളെ അറിയാം, പറഞ്ഞേ. എനിക്ക് നിങ്ങളെ അറിയാം, നിങ്ങൾ ദൈവസ്നേഹമില്ല. നിങ്ങളിൽ ദൈവസ്നേഹമില്ല. ഇത് ഭയങ്കര ക്യാപിറ്റൽ വേർഡാണ്. വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യും. ഉടമ്പടിക്കാർ വളരെ ശ്രദ്ധിക്കേണ്ട വചനമാണിത്. എന്താണ്? യോഹന്നാൻ 5:42. എന്താണ്? എനിക്ക് നിങ്ങളെ അത് ഓർഡർ തമ്മാവ ആളറിയാം. അത്ര എനിക്ക് നിങ്ങളെ അറിയാം. എന്നിട്ട് നിങ്ങളെ പഴയ ചരിത്രം അറിയാമെന്ന് പറയണം. ഒന്നും മറക്കത്തില്ല, അല്ലേ? കുഴപ്പം ദൈവത്തിൻ്റെ ഏറ്റവും വലിയ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും മറക്കത്തില്ല. നിങ്ങൾ മറന്നു പോകും. പക്ഷെ മറ്റത് അവിടെ ക്ലിയർ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുക, രജിസ്റ്റേർഡാണ് സംഭവം. നിങ്ങൾ ഈ രജിസ്റ്റേർഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ തലയിലെഴുത്തായിട്ട് മാറരുത്. നിങ്ങളുടെ തലയിലെഴുത്ത് നിങ്ങൾ തന്നെ തിരുത്താൻ നോക്കണം. കാര്യം നിങ്ങളുടെ കഴിഞ്ഞ കാലങ്ങളിലുള്ള അഭ്യാസങ്ങളും ആ വ്യക്തികൾ തന്നെ ഇന്നും ജീവിച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രോഡായിട്ട് രജിസ്റ്റേർഡാണ്. നിങ്ങളുടെ പേരടിക്കുമ്പോൾ തന്നെ ഫ്രോഡെന്ന് അടിച്ചു വരും. കള്ളത്തരമാണ് കയ്യിരിക്കണമെന്ന് വരും. അതുകൊണ്ടാണ് സത്യസന്ധത, ആത്മാർത്ഥത ഉടമ്പടിയിലെ പ്രധാനപ്പെട്ട വിഷയമായി മാറണത്. സത്യസന്ധത. നിങ്ങൾ ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ നിങ്ങളെ സത്യത്തിലേക്കാണ് ദൈവം വിളിക്കണത്. പിന്നെന്താണ്? ആത്മാർത്ഥതയിലേക്കാണ് വിളിക്കണത്. അതിന് ദൈവം പുതിയ മനുഷ്യൻ എന്ന് പറയും. പുതിയ മനുഷ്യൻ ബൈബിൾ ഉപയോഗിക്കുന്ന ഏറ്റവും വലിയൊരു സംജ്ഞയാണ് പുതിയ മനുഷ്യൻ. നിങ്ങൾ പറഞ്ഞില്ലേ ഈ വീട് ഇരുട്ടുകുത്തി കിടക്കുകയാണ്, എൻ്റെ കയറുമ്പോൾ തന്നെ നെഗറ്റീവ് പവറാണെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ചുമ്മാ കള്ളത്തിലൊക്കെ പറയത്തില്ല. കുറേ ആൾക്കാരിങ്ങനെ അടിച്ച് തലക്കയറ്റിരിക്കണേ. അവിടെ നെഗറ്റീവ് പവറാണ്. ഒരു മണ്ണാങ്കട്ടയില്ല. മര്യാദക്ക് നിങ്ങൾ സത്യസന്ധരായി കഴിഞ്ഞാൽ, ദൈവദൃശ്യം ആത്മാർത്ഥമായി കഴിഞ്ഞാൽ വെളിച്ചം എങ്ങനെ വരുമെന്നറിയാം. ഇപ്പോൾ അനുവിജയം തന്നെ എന്താ പറയണത്? എൻ്റെ വീട്ടിൽ ഇരുട്ടായിരുന്നു, ഇപ്പോഴും കർത്താവിൻ്റെ വെളിച്ചം വീശെന്നാണ് പറഞ്ഞത്. കൈയടിച്ച് കർത്താവ് ആരാധന
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വായിച്ചോളൂ. വെളിപാട് 21:1. ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും ഞാൻ കണ്ടു. ആദ്യത്തെ ആകാശവും ആദ്യത്തെ ഭൂമിയും കടന്നുപോയി, കടലും അപ്രത്യക്ഷമായി. കടലും അപ്രത്യക്ഷമായെന്ന് പറയുമ്പോഴേ ബൈബിളിൽ എപ്പോഴും ഈ കടല് സങ്കടങ്ങളുടെ ഒരു പ്രതീകമാണ്. ഈ സങ്കടങ്ങൾ അപ്രത്യക്ഷമാകുന്ന ഒരു സമയമുണ്ട്. ഒരു വ്യക്തി ദൈവസ്നേഹം നിറഞ്ഞ് ആ ദൈവസ്നേഹത്തിലെ ആന്തരിക അഭിഷേകം കിട്ടിക്കഴിഞ്ഞാൽ നിലവിലുള്ള സങ്കടമായിട്ട് അനുഭവിക്കാത്തൊരവസ്ഥ വരും. ഇതിനാണ് പുതിയ ആകാശം എന്നൊക്കെ പറയണത്. നമ്മുടെ മുമ്പിലുള്ള അപ്പൻ രോഗിയായിട്ടായിരിക്കാം, ചിലപ്പോൾ രോഗം മാറി കാണത്തിലിരിക്കും, പക്ഷേ നമ്മൾ മാറി ആ രോഗത്തെ കാണാനുള്ള നിരാശ, സങ്കടം, അതുപോലെ തന്നെ ഡിപ്രഷൻ, ഇങ്ങനെ കുറേ സാധനങ്ങൾ മാറി പുതിയ ആകാശത്തിലേക്ക് വരികയാണ്. നമ്മൾ പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അങ്ങയോടുള്ള സ്നേഹത്താൽ അങ്ങയുടെ വചനം സത്യസന്ധമായി ആത്മാർത്ഥമായി പാലിക്കുന്നതിലൂടെ അങ്ങയോട് ചെയ്ത ഉടമ്പടിയിൽ വിശ്വസ്തയായി ജീവിക്കുന്നതിലൂടെ എനിക്ക് ദൈവസ്നേഹത്തിന്റെ ആന്തരിക അഭിഷേകം നൽകണമേ. ശ്രുതികട ഉടമ്പടി നിബന്ധനകള് സ്ഥാപനത്തിലൂടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് അതായത് നിങ്ങൾ ഉടമ്പടിയുടെ ആന്തരിക അഭിഷേകം പ്രാപിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നറിയണമെങ്കിൽ നഷ്ടപ്പെടുമ്പോൾ ഒരു പത്രം നിങ്ങൾ കൊടുക്കുകയാണ്. അപ്പോൾ മഴയാണ്, ഓട്ടോറിക്ഷക്കാരുടെ അടുത്താണ് പോയി പത്രം കൊടുക്കണമെന്ന് വിചാരിച്ചോ? അല്ലെങ്കിൽ വീട്ടിൽ പത്രം കൊണ്ട് ഇറങ്ങിയപ്പോൾ അപ്പൻ നിങ്ങൾക്കെതിരാണ്. അപ്പൻ എവിടെയെങ്കിലും പോട്ടെ, എന്നിട്ട് ഞാൻ പത്രം കൊണ്ട് ഇറങ്ങാം. അല്ലെങ്കിൽ അപ്പൻ ചെയ്യുമ്പോൾ വേണമെങ്കിൽ എൻ്റെ തന്തയ്ക്ക് വിളിക്കും. പുള്ളിയെ തന്നെയാണ് വിളിക്കണമെങ്കിലും വെറുതെ എന്തിനാണ് തന്തയ്ക്ക് വിളിയാക്കണം? അപ്പനെ തന്നെയാണ് വിളിക്കണത് അപ്പൻ. പക്ഷേ എന്തിനാണ് രാവിലെ പുള്ളിക്ക് പണി ഉണ്ടാക്കുന്നത്? പുള്ളി പോട്ടെ പോയിട്ട് പത്രം കൊണ്ട് ഇറങ്ങാമെന്ന് വിചാരിക്കും. അപ്പോൾ പോകുമ്പോഴും നിങ്ങളുടെ ഉള്ളിൽ ഉൾക്കണ്ട, നിങ്ങളുടെ വികാരം എന്താണ്? ഉൾക്കണ്ട, സങ്കടം അല്ലെങ്കിൽ കാണുക, ഒരു പറയുക, ഇത് എങ്ങനെയെങ്കിലും ഒന്ന് കൊടുത്ത് തീർത്താൽ മതിയായിരുന്നു ഈ സാധനത്തിന്. അപ്പോൾ നിങ്ങൾ കവനൻ്റിലായിട്ടില്ല. കവനൻ്റിലാകണമെങ്കിൽ സന്തോഷം ഫീൽ ചെയ്യും. നഷ്ടപ്പെടുന്ന എല്ലാത്തിനും രോഗികളെ കാണാൻ പോകുമ്പോൾ ഭയങ്കര പ്രസരിപ്പായിരിക്കും. നിങ്ങൾ കവനൻ്റിലാണോ ഇല്ലേ എന്നുള്ള ഇൻഡിക്കേറ്ററാണ് ഞാൻ സംസാരിക്കുന്നത്. ഇപ്പോൾ ഇൻഡിക്കേറ്റർ ഓഫ് കവനൻസ്, അതായത് കവനൻ്റിലാണോ ഇല്ലയോ എന്നുള്ള സൂചന. അതിൽ ഒരു സാധനം ആന്തരിക സന്തോഷമാണ്. രോഗികളെ കാണാൻ പോകുന്നു, അല്ലെങ്കിൽ രോഗികളുടെ അനാഥാലയത്തിൽ പോയി നഖം വെട്ടി കൊടുക്കുന്നു, ഉടുപ്പലക്കി കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് ത്രില്ലടിക്കും, നമുക്ക് ഉള്ളിൽ ഭയങ്കര സന്തോഷം തോന്നും നമുക്ക്. അപ്പോൾ ആന്തരിക സന്തോഷം. അപ്പോൾ ദാറ്റ് മീൻസ് നിങ്ങൾക്ക് ആത്മാവിൻ്റെ കൃപ കിട്ടി, നിങ്ങൾ കർത്താവിൻ്റെ ലൈനിൽ ഉടമ്പടിയിലാണ്. അതറിയണമെങ്കിലേ സുവിശേഷം 13:44 എടുത്ത് ശ്രുതികട. ഹല്ലേലൂയ. ഒരുമിച്ച് പാടുക. ഒരുമിച്ച് പാടാം. ഒരുമിച്ച് പാടാം. ശ്രുതികട. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ.
ഭാഷാപരത്തോടെ ഭാഷാപരം ലഭിക്കുന്നവരാ ദൈവസ്നേഹത്തോടെ ഓദിപ്പിക്കാറുണ്ട്. വിശ്വാസത്തോടെ എൻ്റെ പേര് ഗ്രേസി തോമസ്. ഞാൻ അങ്കമാലിയിൽ നിന്ന് വരുന്നു. മഹിള അപ്പാരൽസ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ MD ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. കഴിഞ്ഞ 20 വർഷക്കാലം സാധാരണക്കാരായ സ്ത്രീകൾക്ക് തൊഴിലും തൊഴിലവസരങ്ങളും കാണിച്ചുകൊണ്ട് തുടങ്ങി വെച്ച എൻ്റെ സ്ഥാപനം 2018 കാലഘട്ടമാകുമ്പോഴേക്കും ഏതാണ്ട് അടച്ചുപൂട്ടലിൻ്റെ വക്കിലേക്കെത്തി. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സഹപ്രവർത്തകർ എല്ലാവരും തന്നെ സ്ഥാപനം അടച്ചുപൂട്ടാം, ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന അവസ്ഥയിലേക്കെത്തി. കൂടെ ഉണ്ടവരെ സ്നേഹത്തോടെ തന്നെ എല്ലാവരും സ്ഥാപനത്തിൽ നിന്നും വിട്ടുപോയി. കടബാധ്യത കൊണ്ട് വളരെയേറെ മാനസിക പിരിമുറുക്കം അനുഭവിച്ചപ്പോൾ കൃപാസനം പ്രസാദപര മാതാവിൻ്റെ മുൻപിൽ വന്ന് പ്രാർത്ഥിച്ച് ഒത്തിരി പേർക്ക് അനുഗ്രഹങ്ങൾ കിട്ടിയ കൃപാസന പത്രം വായിച്ചപ്പോൾ ഞാനും ആഗ്രഹിച്ചു മാതാവിൻ്റെ മുമ്പിൽ വന്ന് എൻ്റെ സങ്കടം സമർപ്പിക്കാമെന്ന്. ആദ്യമായി വന്ന ദിവസം തന്നെ ഞാൻ ഉടമ്പടി പ്രാർത്ഥന ഏറ്റെടുത്തു. വളരെ കൃത്യനിഷ്ഠയോടെ തന്നെ ഉടമ്പടി പ്രാർത്ഥനകൾ ചൊല്ലുന്നതിന് ഞാൻ ജാഗ്രത കാണിച്ചു. 2019 ജാനുവരിയിൽ ഞാൻ ദുബായിലേക്ക് എനിക്ക് ബിസിനസ് സംബന്ധമായ ആവശ്യങ്ങൾക്ക് പോകേണ്ടി വന്നപ്പോഴും കൃപാസന പ്രാർത്ഥനകൾ അവിടെ വെച്ച് കൃത്യമായി 5:30 മണിക്ക് തന്നെ ചൊല്ലി പ്രാർത്ഥിക്കാനൊക്കെ തീവ്രമായ ആഗ്രഹവും ഞാൻ കാണിച്ചിരുന്നു. പരിശുദ്ധ അമ്മ ജാനുവരിയിൽ ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. പരിശുദ്ധ അമ്മയുടെ ശക്തമായ മാധ്യസ്ഥം ഞാൻ കേണപേക്ഷിച്ചു. 2019 മാർച്ച് 20 സർക്കാർ കൊറോണ എന്ന മഹാമാരി മൂലം വലിയ പ്രതിസന്ധിയിൽ നമ്മുടെ ലോകം പോയപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ സ്ഥാപനത്തിന് തകർന്ന എൻ്റെ ബിസിനസ് മേഖലയ്ക്ക് ഒരു ബൾക്കായിട്ടുള്ള ഓർഡറുകൾ കിട്ടുന്ന ഒരവസരമായിരുന്നു അത്. ഒത്തിരിയേറെ മാനസിക പിരിമുറുക്കം അനുഭവിക്കുമ്പോഴും ഈ PPE കിറ്റും മാസ്കും സർജിക്കൽ ഗൗണും ഒക്കെ ഉണ്ടാക്കുന്ന കമ്പനിയായിരുന്നു എൻ്റേത്. ആ സമയത്ത് തന്നെ ബൾക്കായിട്ടുള്ള ഓർഡർ വന്നപ്പോൾ എൻ്റെ പ്രദേശത്തെ മുഴുവൻ ആളുകളും സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടിക്കൊണ്ട് വരുമാന മാർഗമില്ലാതെ വിഷമിക്കുന്ന സമയത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കിട്ടിയ ബൾക്ക് ഓർഡറുകൾ ഒത്തിരിയേറെ കുടുംബങ്ങൾക്ക് വരുമാനമുണ്ടാക്കുന്നതിനും 1.5 കോടി രൂപയിലേറെ ബാധ്യതയുണ്ടായിരുന്ന അടച്ചുപൂട്ടലിൻ്റെ വക്കിലെത്തിയ എൻ്റെ സ്ഥാപനത്തിന് 4 കോടി രൂപയോളം വലിയ രൂപയുടെ ഓർഡർ തന്നതുകൊണ്ടായിരുന്നു എന്നെ സംബന്ധിച്ച് എനിക്ക് ആ സമയത്ത് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത്. ഇന്നിപ്പോൾ എൻ്റെ മുഴുവൻ കടബാധ്യതകളും തീരുകയും കൂടുതൽ പേർക്ക് സഹായം ചെയ്യുവാനായിട്ട് കൂടുതൽ വനിതകൾക്ക് ജോലി കൊടുക്കുന്ന ഒരു വലിയ പ്രസ്ഥാനമായി എൻ്റെ സ്ഥാപനത്തെ മാറ്റാനും പരിശുദ്ധ അമ്മയുടെ ശക്തമായ മാധ്യസ്ഥം എൻ്റെ വ്യക്തി ജീവിതത്തിലും എൻ്റെ കുടുംബജീവിതത്തിലും സ്വസ്ഥതയും സമാധാനവും നൽകി എന്നെ അനുഗ്രഹിച്ചു. രണ്ടാമതെൻ്റെ നിയോഗം എൻ്റെ മകന് മൂത്തതൊരു പെൺകുട്ടിയായിരുന്നു. രണ്ടാമതൊരു ആൺകുഞ്ഞിനെ കിട്ടാൻ ഞാൻ തീവ്രമായി ആഗ്രഹിച്ചു. ആ നിയോഗത്തിൻ്റെ മേലും അമ്മയുടെ കടാക്ഷമുണ്ടായി. എനിക്ക് വൈകല്യങ്ങളൊന്നുമില്ലാത്ത നല്ലൊരു ആൺകുഞ്ഞിനെ തന്നുകൊണ്ട് എന്നെ അനുഗ്രഹിച്ചു. എൻ്റെ ഒരു മകൻ വൈദിക വിദ്യാർത്ഥിയാണ്. മകൻ 2023 ജാനുവരി 26 പട്ടം ലഭിക്കുന്ന അവസ്ഥയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പ്രാർത്ഥനയും നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഞാൻ ഈ അവസരത്തിൽ നിങ്ങളോട് യാചിക്കുന്നു. തുടർന്നും ഉടമ്പടി പുതുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ഈശോയുടെ ദൈവനാമ മഹത്വത്തിന് എൻ്റെ ഈ സാക്ഷ്യം ഉതകുമാറാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞാൻ ഉറപ്പായും വിശ്വസിക്കുന്നു നമ്മുടെ ഓരോരുത്തരുടെയും നിയോഗങ്ങളിലേക്ക് പരിശുദ്ധമ്മയുടെ കടാക്ഷം ഉണ്ട് എന്നുറപ്പായും വിശ്വസിച്ചുകൊണ്ട് പരിശുദ്ധമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദിയും സ്തുതിയും സ്തോത്രം. യേശുവേ നന്ദി, യേശുവേ സ്തുതി.